ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഭൂമികയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. എന്നത്തെയും പോലെ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഒരുപാട് ദൂരത്തേക്കൊന്നുമായിരുന്നല്ലേ യാത്ര. അതുപോലെ നേരത്തെ പ്ലാൻ ചെയ്തതുമല്ല. ഇന്നൊരു അവധി ദിവസമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്. അങ്ങനെ അങ്ങ് പോയി. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം. ഈ സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മലമേൽപ്പാറ എന്ന വ്യൂ പോയിൻ്റാണ്. കൊട്ടാരക്കരയ്ക്ക് അടുത്തെന്ന് പറയുമ്പം കൊട്ടാരക്കരയിൽ ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. വാളകം ഭാഗത്തായിട്ടാണ്. മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ പോലും ഞാൻ നടത്തിയിരുന്നില്ല. പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് ഞങ്ങൾ രണ്ടാളോട് ഒരുങ്ങി ഇറങ്ങി. അങ്ങനെയായിരുന്നു ഇതും. സത്യത്തിൽ ഈ യാത്ര തുടങ്ങിയപ്പോഴാണ് ഓർത്തത്, ദൈവമേ, മഴക്കാലത്തൊരു കുട പോലും എടുക്കാതാണല്ലോ ഇറങ്ങിയതെന്ന്. മഴ പെയ്താൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ഇടയ്ക്കൊരു വർക്ക്ഷോപ്പൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി ടയറിൻ്റെ കാറ്റൊക്കെ ചെക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് ഒരു ചായക്കടയൊക്കെ കണ്ടപ്പോൾ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡായിട്ട് കൊട്ടാരക്കര എത്തിയപ്പോഴേക്കും കറക്റ്റ് സമയം 5 മണി. സമയം നോക്കിയപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ, അതുപോലെ ഇവിടെയും ക്ലോസ് ചെയ്ത് കാണുമോ എന്ന് ഓർത്തു. എന്തായാലും പോയി നോക്കാമെന്ന് കരുതി അങ്ങ് പോയി. അടുത്താണെന്ന് പറഞ്ഞെങ്കിലും ഒരു വൺ സൈഡ് 45 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇവിടേക്ക്. ഇടയ്ക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടേക്കുള്ള എൻട്രി 5 മണിക്ക് ക്ലോസ് ചെയ്തു എന്നാണ് കാണിച്ചിരുന്നത് കേട്ടോ. കൊല്ലം ജില്ലയിൽ തന്നെയാണെങ്കിലും ഞാൻ ഈ സ്പോട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. ഒടുവിൽ ഡെസ്റ്റിനേഷൻ എത്തി, കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി. ഈ കുന്നിൻ്റെ മുകളിലെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഇരുമ്പൂഴിക്കുന്ന് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. മൊത്തത്തിൽ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കേട്ടോ. ക്ഷേത്രത്തിൽ തൊഴാനും കൂട്ടത്തിൽ ഹിൽസ് കാണാനുമായിട്ട് കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം വാഹനങ്ങൾ അങ്ങായിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഈ വഴി 2ആയി പിരിയുകയാണ് കേട്ടോ. ഒരു വഴി ക്ഷേത്രത്തിലേക്കും ഒരു വഴി വ്യൂ പോയിന്റിലേക്കും.